ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ട് ഒരുങ്ങി ലിപ്സ്റ്റിക്ക് കിട്ടപ്പോഴാണ് നൈസാങ്കയ്ക്കൊരു മീൻ വണ്ടിയുടെ സൗണ്ട് കേട്ടത്. കാക്ക മീൻ വണ്ടിയും കൊണ്ട് പൊക്കളങ്ങലാന്ന് വെച്ചിട്ട് ഇനി ഓടിപ്പോയത്. അപ്പോൾ നിറയെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് മീൻ വാങ്ങിച്ചത്. ചൂരക്കുട്ടിയാണ് വാങ്ങിച്ചത്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തപ്പോഴത്തേക്ക് കാർമേഘങ്ങളൊക്കെ ആകാശത്ത് വന്ന് കൂടി നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നനയോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വലിയൊരു വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നേരത്തെയാണ് ഇറങ്ങിയത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കുമ്പോൾ പേര് മഴ ഒരു രക്ഷയില്ല. പിന്നെ കോട്ടൊക്കെ ഇട്ട് ഞാൻ നനഞ്ഞു പോകുന്നത് ആ വല്യമ്മയുടെ വീട്ടിലെത്തി. ഒരു രക്ഷയില്ലായിരുന്നു. കരിയൊക്കെ പടർന്നു പോയി. എൻ്റെ ലിപ്സ്റ്റിക്ക് ഏത് രാജ്യത്ത് പോയെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. വലിയ രീതിയിലൊക്കെ എക്സ്പ്രഷൻ ഇട്ട് തള്ളി ഇറങ്ങി ഞാൻ അവസാനം നനഞ്ഞ കോഴിയെ കണക്കാവേണ്ടി വന്നു. അങ്ങനെ വല്യമ്മ എനിക്കൊരു കയ്യിൽ തന്നു ഉടുത്ത് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ജോലിക്ക് പോകുന്ന സമയമൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും നനയാൻ വേണ്ടിയിട്ട് റെയിൻകോട്ട് ഇട്ട് ഇറങ്ങി. അങ്ങനെ ജോലി സ്ഥലത്ത് എത്തി നനഞ്ഞു പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ ചിരിയാവുന്നുണ്ട്. നമ്മൾ ഈ റെയിൻകോട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും ചെറുതായിട്ട് വവ്വാലിൻ്റെ രൂപസാദൃശ്യമൊക്കെ തോന്നാറുണ്ടല്ലേ? എനിക്കും തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഡ്രയറൊക്കെ എടുത്തുകൊണ്ട് വന്നു. നനഞ്ഞ കോഴിയെ കണക്ക് നിൽക്കാതെ ഞാൻ പെട്ടെന്ന് അതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എൻ്റെ ചുരുക്ക് പേൻ്റെ അത്രയും വെള്ളം കയറി. ഓക്കെ, അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.